ഇന്ത്യൻ ടു ഈ ഒരു സിനിമ ട്രെയിലർ കണ്ട സമയത്ത് പാളും എന്ന് നമുക്കറിയാമായിരുന്നു. ഒരു ഡബിൾ മൈൻഡോടുകൂടിയാണ് സിനിമ കാണാനായിട്ട് പോകുന്നത്. കാരണം കാണണോ വേണ്ടോ എന്ന് ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ടിരുന്ന സമയത്ത് എന്നാൽ എന്തായാലും പോയി കണ്ടേക്കാം, എന്തായാലും നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആയാലും പോയി കാണാം എന്നുള്ള മൈൻഡിൽ പോയി കണ്ടു കഴിഞ്ഞപ്പം നമ്മൾ ട്രെയിലറിൽ എന്താണോ കണ്ടത് സെയിം സാധനം, സംഭവം പാളി. ഒരു ക്ലാസിക് ഇന്ത്യൻ സിനിമ 1996 തുടങ്ങിയ ക്ലാസിക് ഇന്ത്യൻ സിനിമ, അതിൻ്റെ ക്രിയേറ്റർ തന്നെ 28 വർഷം കഴിഞ്ഞിട്ട് അതിനൊരു സീക്വൽ ഇറക്കി നശിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു വലിയ മനസ്സ് വേണം. ഒരു ഭയങ്കര എന്താണ് അതിന് പറയേണ്ടത്, എങ്ങനെ അതിനെ പറയണമെന്ന് എനിക്കറിയില്ല. ശങ്കർ തന്നെയാണ് ആ ഫസ്റ്റ് സിനിമയെ എഴുതിയതും സംവിധാനം ചെയ്തതും. ഈ സിനിമയും ശങ്കർ തന്നെയാണ്. ആ സിനിമ 3 മണിക്കൂറുണ്ടായിരുന്നു, ഇതും വലിച്ചു നീട്ടി 3 മണിക്കൂർ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇതിന് ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 3ാമത്തെ പാർട്ട് അനൗൺസ് ചെയ്തിട്ടുണ്ട്, ട്രെയിലർ റിലീസായിട്ടുണ്ട്. 3ാമത്തെ പാർട്ട് ഇന്ത്യൻ 3 എന്ന് പറയുന്ന സാധനം, വാർസോൺ എന്ന് പറയുന്ന സാധനം കുഴപ്പമില്ല. ട്രെയിലർ കണ്ട സമയത്ത് 2നേക്കാൾ ബെറ്റർ ആയിരിക്കും എന്നൊരു തോട്ട് നമുക്കുണ്ട്. എനിക്ക് ആദ്യം പറയാനുള്ളത് ഇന്ത്യൻ 2നെ കുറിച്ച് പറയാനുള്ളതിന് മുമ്പ് ഇന്ത്യനെ കുറിച്ച് പറയണം. കാരണം ഇന്ത്യൻ എന്ന് പറയുന്ന സിനിമ സേനാപതിയുടെ പേഴ്സണൽ ലൈഫും പുള്ളിക്ക് അല്ലെങ്കിൽ പുള്ളിയുടെ ഫാമിലിക്ക് പറ്റിയ കുറച്ച് പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ എന്താണ് സൊസൈറ്റിയിൽ നിന്നുണ്ടാകുന്ന അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റത്തിൽ നിന്നുണ്ടാകുന്ന കുറച്ച് പ്രശ്നങ്ങൾ പുള്ളി സോൾവ് ചെയ്യാനായിട്ട് ഇറങ്ങുന്നു. അങ്ങനെ ആ ഒരു പേഴ്സണൽ പ്രശ്നങ്ങൾ ബേസ് ചെയ്തിട്ടുള്ള ഒരു സ്ട്രോങ് ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു സ്ട്രോങ് സ്ക്രീൻ പ്ലേ ഒക്കെ ആയിരുന്നു ഫസ്റ്റ് ഉണ്ടായിരുന്നത്. പക്ഷേ രണ്ടാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ സെറ്റപ്പ്, വേറെ ലെവൽ സാധനമാണ്. 28 വർഷം എങ്ങനെ പോയാലും ഇപ്പം സേനാപതിക്ക് ഒരു 100-120 വയസ്സ് എന്തായാലും കാണുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എങ്ങനെ പോയാലും 100 വയസ്സ് കൂടുതലുണ്ട്. 100 വയസ്സ് കഴിഞ്ഞിട്ട് പുള്ളി ഇത്ര ഫിറ്റായിട്ട് അങ്ങനെ നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കോമഡി. പിന്നെ ഈ ഒരു സിനിമ ഒരു 10-20-25 മിനിറ്റൊക്കെ കഴിയുമ്പോഴത്തേക്ക് പിന്നെ കാണിക്കുന്നതെല്ലാം നമുക്ക് ഭയങ്കര തമാശയായിട്ട് തോന്നും. ഭയങ്കര സത്യം, അവർ സീരിയസ് ആയിട്ട് കാണിക്കുന്ന പല കാര്യങ്ങളും നമുക്ക് ഭയങ്കര കോമഡിയായി. ഇതിനും വേണ്ടി ആത്മഹത്യകളും റെയ്ഡുകളും അല്ലെങ്കിൽ ഞാൻ ഒന്നും പറയുന്നില്ല, ഭയങ്കര മൊത്തത്തിൽ തമിഴ്നാട്ടിൽ പ്രശ്നങ്ങളോട് പ്രശ്നങ്ങൾ. അപ്പം അവിടുത്തെ കുറച്ച് യങ്സ്റ്റേഴ്സായിട്ടുള്ള സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ യൂട്യൂബേഴ്സ് ഇന്ത്യൻ തിരിച്ചു വരണം. അതിനകത്ത് സിദ്ധാർത്ഥിൻ്റെ ക്യാരക്ടറാണ്. ഇപ്പോഴും സേനാപതി ജീവിച്ചിരിപ്പുണ്ടെന്നുള്ള ഇൻഡ്യൂഷൻ പുള്ളി കംബാക്ക് ഇന്ത്യൻ എന്ന് പറയുന്ന ഒരു ഹാഷ്ടാഗ് ഇടുന്നു. ഹാഷ്ടാഗ് വൈറലാകുന്നു, ഭയങ്കരമായിട്ട് വൈറലാകുന്നു. കാളിദാസ് ജയറാമുണ്ട് ഒരു ചെറിയ റോളിൽ. പുള്ളിയെ കണ്ട് ഇന്ത്യനെ ആദ്യം കാണുന്നത് കാളിദാസ് ജയറാമാണ്. വേറെ ഇന്ത്യയിലല്ലെങ്കിൽ കൂടി ഇന്ത്യൻ അവിടെയും ആളുകളെ, അതായത് വലിയ ബിസിനസ്സുകാരെ, ഇന്ത്യയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ബിസിനസ്സുകാരെയൊക്കെ തട്ടുന്നു സീൻ. എന്നിട്ട് ഈ ഒരു ഹാഷ്ടാഗ് കണ്ടിട്ട് പുള്ളി ഇത്രയും നാൾ ഈ ഒരു ഹാഷ്ടാഗിന് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്തത്. 28 വർഷം ഞാൻ വെയിറ്റ് ചെയ്തത് ഈ ഹാഷ്ടാഗിന് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞിട്ട് പുള്ളി അവിടുന്ന് ഇന്ത്യയിലോട്ട് വരുന്നു. അപ്പം ഈ ബോബി സിംഹയുടെ ക്യാരക്ടറുണ്ട്, CBI ഓഫീസർ, മറ്റേ നമ്മുടെ നെടുമുടി വേണുവിൻ്റെ മകനായിട്ടുള്ള ക്യാരക്ടർ. അപ്പം പുള്ളിക്കാരനും വിവേകിൻ്റെ ക്യാരക്ടറും കൂടെ എയർപോർട്ടിൽ വന്നു പുള്ളിയെ പിടിക്കാനായിട്ട്. പുള്ളി വരുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് സേനാപതിയെ പിടിക്കാനായിട്ട് അവിടെ ചെല്ലുമ്പോൾ FBI ഉണ്ട്, CBI ഉണ്ട്, പോലീസുണ്ട്, എയർപോർട്ട് സെക്യൂരിറ്റി ഉണ്ട്. ഇവരെ എല്ലാം വെട്ടിച്ച് അവിടുന്ന് എന്ത് ഡ്രാമാറ്റിക് പ്ലാൻഡായിട്ട്, അതും അവിടെ വന്നിറങ്ങുമ്പോൾ സേനാപതി ഇറങ്ങുമ്പം ഞാൻ വന്നിട്ടുണ്ട് എന്ന് അറിയിക്കാനായിട്ട് കുറേ സിഗ്നേച്ചർ സാധനങ്ങളൊക്കെ ഇരുന്നു എയർപോർട്ടിൽ വെച്ചിട്ട്. അത് ബോബി സിംഹയുടെ ക്യാരക്ടർ കണ്ടുപിടിക്കുന്നു, പുള്ളിയെ പിടിക്കാനായിട്ട് ശ്രമിക്കുന്നു. അപ്പം അവിടുന്ന് എസ്കേപ്പ് ആവുന്നു. വേറെ ലെവൽ. ഫസ്റ്റിനകത്ത് ഇല്ലാത്തൊരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തം കുത്താണ് ഇതിനകത്ത്. ഈ സിനിമയിൽ മൊത്തം കുത്താണ്. മറ്റേ സിനിമ ഉണ്ടല്ലോ നമ്മുടെ തല്ലുമാലയ്ക്കകത്ത് ലുക്മാൻ്റെ ക്യാരക്ടർ, ലുക്മാൻ ചോദിക്കില്ലേ ടോവിനോട്, നീ മൊത്തം കുത്തിൻ്റെ ആളാണല്ലേ, അതേപോലെ തന്നെ മൊത്തം കുത്താണ്. കുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ കുത്തിനും മർമ്മത്തിലുള്ള സാധനങ്ങൾക്ക് ഓരോ പേരൊക്കെ ഉണ്ട്. ഭയങ്കര സെറ്റപ്പാണ്. ഓരോ കുത്തുമ്പോഴും അകത്ത് ബ്ലഡ് സ്ട്രീമിനകത്തൂടെ പോകുന്നു, ബ്ലഡ് സ്റ്റോപ്പ് ആകുന്നതൊക്കെ കറക്റ്റ് അനിമേറ്റഡായിട്ട് കാണിക്കും. അതിനൊക്കെ ശങ്കർ പരിപാടിയാണ് കാണിച്ചിട്ടുള്ളത്. പിന്നെ സിദ്ധാർത്ഥിൻ്റെ ക്യാരക്ടർ ഭയങ്കരമായിട്ട് എഫേർട്ട് ഇട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവസാനം ഭയങ്കര കോമഡി ആവുന്നുള്ളതാണ്. അവസാനം ഈ വിളിച്ച പിള്ളേർ തന്നെ ഗോ ബാക്ക് ഇന്ത്യൻ ഹാഷ്ടാഗ് ഇടുന്നു, അത് വൈറലാകുന്നു. ഈ ക്ലൈമാക്സ് ഒക്കെ ആവുന്ന സമയത്തേക്ക് താത്ത ഒരുമാതിരി കോമഡി പീസ്, താത്ത മറ്റേ ചോദിക്കേണ്ട അവസ്ഥയാണ്, ഞാനെന്ത് നിൻ്റെയൊക്കെ കളിപ്പിള്ളയാണോ, അങ്ങനെ ചോദിക്കേണ്ട അവസ്ഥ വരെ താത്തയ്ക്ക് വന്നിട്ടുണ്ട്. ബോബി സിംഹയുടെ ക്യാരക്ടറിനെ ഭയങ്കര സ്ട്രോങ് ആയിട്ടൊക്കെ കാണിക്കാനായിട്ട് നോക്കിയിട്ട് അവസാനം അതിനെയും കോമഡി പീസാക്കി. ക്ലൈമാക്സൊക്കെ വേറെ റേഞ്ചിലേക്ക് പോയെന്നുള്ളതാണ്. പുള്ളിയുടെ ഡയറക്ഷൻ, പുള്ളിയുടെ സിനിമ, പുള്ളിക്ക് എന്ത് വേണമെങ്കിലും കാണിക്കുക എന്നും പറഞ്ഞ് ഒരു നല്ല സിനിമയെ, ആക്ച്വലി ഇന്ത്യൻ എന്ന് പറയുന്ന സിനിമ ഒരു സീക്വൽ ഇറങ്ങാനുള്ള സിനിമ അല്ല എന്നുള്ളതാണ് ഏറ്റവും ബേസിക്കായിട്ടുള്ള കാര്യം. അതൊരു സോളോ മൂവിയായിട്ട് ഇറക്കി അതിനൊരു ക്ലാസിക് സിനിമ എന്നുള്ള രീതിയിൽ വെക്കേണ്ട സിനിമയെ
ഈ ഒരു മോഡേൺ ടൈമിൽ കൊണ്ടുവന്നിട്ട് അല്ലെങ്കിൽ 2024 കൊണ്ടുവന്നിട്ട് അതിനൊരു സീക്വൽ, അതിന് വീണ്ടും ഒരു സീക്വൽ, സ്പിൻ ഓഫ് എന്നൊക്കെ പറഞ്ഞിറങ്ങും. വല്ല ആവശ്യമുണ്ടോ ഇതിൻ്റെയൊക്കെ? ഇതിനകത്ത് എനിക്ക് ഏറ്റവും ഏറ്റവും നെഗറ്റീവായിട്ട് തോന്നിയത് എന്താ അറിയാം, ഞാൻ ഇത്രയും അനിരുദ്ധ് ഫസ്റ്റ് സിനിമ 3 എന്ന് പറയുന്ന സിനിമ ചെയ്തപ്പോൾ തൊട്ട് നമ്മൾ അനിരുദ്ധ് എല്ലാ പാട്ടുകളും കേൾക്കുന്നതാണ്. അനിരുദ്ധ് ഇപ്പോൾ ഏത് സിനിമയിലും, ഇപ്പം അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള സിനിമയായാലും ഹൈപ്പുള്ള സിനിമയായാലും ഏത് സിനിമയായാലും അനിരുദ്ധ് സോങ് ചെയ്ത് കഴിഞ്ഞാൽ അത് വൈറലാവും, ട്രെൻഡിങ് ആവും. ഈ സിനിമയിൽ ഒരൊറ്റ പാട്ട് പോലും വൈറലായിട്ടില്ല. ഞാനിതിനകത്ത് ഒരൊറ്റ പാട്ട് പോലും കംപ്ലീറ്റ് ആയിട്ട് കേട്ടിട്ടില്ല. ആ താത്ത വയറെന്നൊക്കെ പറയുന്ന പാട്ട് സീരിയസ്ലി AR റഹ്മാൻ ഇന്ത്യനകത്ത് ചെയ്ത സോങ്ങിൻ്റെ ഒന്നും 7 അയലത്ത് വന്നിട്ടില്ല. അനിരുദ്ധ് മോശമാണെന്നോ അല്ലെങ്കിൽ അനിരുദ്ധ് ഒരു ഫേവറേറ്റ് ഡയറക്ടറാണ് എൻ്റെ. അനിരുദ്ധിൻ്റെ എല്ലാ പാട്ടുകളും നമ്മൾ എൻജോയ് ചെയ്തിരിക്കുന്നതാണ്. പക്ഷേ ഇന്ത്യനകത്തെ പാട്ടുകൾ ഇപ്പോൾ ടെലിഫോൺ മണിപ്പോൾ സിരിപ്പോളികളോ അല്ലെങ്കിൽ പച്ചക്കിളികളോ അതൊക്കെ ക്ലാസിക് സോങ്സാണ്, അല്ലെങ്കിൽ ഒരു മാസ്റ്റർ പീസ് സോങ്സ് ഒരു ക്ലാസിക് സിനിമയിലാണ്. ആ ഒരു സാധനത്തെ ഇപ്പോൾ കൊണ്ടുവന്നിട്ട് പാളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, മറ്റേ ചീട്ടുകൊട്ടാരം പോലായിരുന്നു ഫസ്റ്റ് ദിവസം തന്നെ പോയത് സിനിമ എന്നുള്ളത്. ഇതിനെ പറ്റിയിട്ട് കൂടുതൽ എടുത്ത് പറയേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇന്ത്യൻ എന്ന് പറയുന്ന ക്യാരക്ടർ ഫസ്റ്റിനകത്ത് പുള്ളി ഒറ്റയ്ക്ക് ഒരു സോളോ പെർഫോമറാണ്, പുള്ളി ഒറ്റയ്ക്കാണ് എല്ലാം ചെയ്യുന്നത്. ഇതിനകത്ത് മറ്റേ പിള്ളേരുണ്ടല്ലോ, പിള്ളേരെടുത്ത് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലുള്ള രീതികളെല്ലാം കണ്ടുപിടി, കറപ്ഷനായിട്ടുള്ള ആളുകളെ കണ്ടുപിടി, നിങ്ങൾ അവരെല്ലാം പോലീസിനെ കൊണ്ട് പിടിപ്പിക്കുക. ഞാൻ വലിയ വലിയ ആൾക്കാർ, അതായത് വലിയ കോടീശ്വരന്മാരെയൊക്കെ പോയിട്ട് അതും ഇന്ത്യ മൊത്തത്തിൽ പുള്ളി ക്ലീൻ ആക്കാൻ ശ്രമിക്കുന്നതൊക്കെ വാട്ട് എ ട്രാജഡി മാൻ, വാട്ട് എ ട്രാജഡി. ഇജാതി ഒരു കോമഡി പീസ് ആക്കണം, നല്ല ആവശ്യം ഉണ്ടായിരുന്നത് താത്തയെ പിടിച്ചിട്ട്. അങ്ങനെ എവിടെയെങ്കിലും പോയി ജീവിച്ചു പോകത്തില്ലായിരുന്നു. അങ്ങനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ഗോ ബാക്ക് ഇന്ത്യ എന്ന അടുത്തൊരു ഹാഷ്ടാഗ് ഇട്ട് എന്ത് അപരാധമാണ് കാണിച്ചു വെച്ചിരിക്കുന്ന സിനിമയ്ക്കകത്ത്. എന്തായാലും ടിക്കറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പോയി കാണാം, അതെനിക്ക് പറയാനുള്ളൂ. ഒരു 3 മണിക്കൂർ ജസ്റ്റ് പോയിരുന്നു, ജസ്റ്റ് ഇങ്ങനെ ഒരു സിനിമ എങ്ങനെ ഒരു ഇപ്പം എന്താ പറയുന്നത്, ഒരു കോമഡി സിനിമ കാണുന്ന പോലെയൊക്കെ എൻജോയ് ചെയ്ത് കാണാനാണെങ്കിൽ നിങ്ങൾക്ക് കാണാം. അതിനകത്ത് കുത്തുകളാണ് മെയിൻ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കുത്തുകളാണ്. ഇങ്ങനെ തൊടാൻ പറ്റില്ല, ഇനി കുത്തും, അപ്പോഴേ കുത്തും. എന്തായാലും ഈ ട്രെയിലർ കണ്ടിട്ട് സൂപ്പർ ട്രെയിലറാണെന്ന് പറഞ്ഞവന്മാരെയൊക്കെ സ്റ്റേജിലോട്ട് വിളിക്കുന്നുണ്ട് കേട്ടോ. അവരൊക്കെ എന്താണ് ഇപ്പോൾ അവരുടെ അഭിപ്രായം എന്ന് എനിക്കൊന്ന് അറിയണം. ശരി, ഇത്രയേ ഉള്ളൂ എനിക്ക് പറയാം.